അതൊക്കെ ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട്, എല്ലാ പന്നികളിലായിട്ടേ ഇവർക്ക് എന്നെ കട കൂട്ടിക്കണം. ഇവരിവിടുന്ന് വണ്ടി എടുക്കണമെങ്കിൽ എന്നെ മയ്യത്തിൽ കൂടി വണ്ടി എടുക്കണം. അത് ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. എടാ പിന്നോ 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 ഇവർക്ക് എന്നെ കട കൂട്ടിക്കണം. കട കൂട്ടിക്കണം ഞാനെല്ലാ പേപ്പറും ശരിയാണ്. ഇവിടെ കേരളത്തില് ബീഫിനോട് ലൈസൻസ് കൊടുക്കണം. ഒരു ബീഫിന്റെ ലൈസൻസ് അറിയൂല. കേരളത്തിലൊരു സ്ഥലത്ത് ബീഫിന്റെ ലൈസൻസ് ഇല്ല. ചിക്കന്റെ ലൈസൻസ് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. മീനിന്റെ ലൈസൻസ് ഉണ്ട്, കൂട്ടാൻ സേഫ്റ്റി ഉണ്ട്, ഹെൽത്ത് കാർഡില്ല. പിന്നെ എന്ത് പേർക്ക് ഹെൽത്ത് മര്യാദയ്ക്ക് ഒരു കൂട്ടാൻ തന്നെ ഇവരെന്നെ ഗ്രൂപ്പ് വന്നിട്ട് പോട്ടെ. ഒരു പന്നികൾ ഇവിടെ പോകില്ല. പിന്നെ 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 അനീഫ അനീഫ മനുഷ്യരെ ഭ്രാന്തനാക്കണ കടവും കടത്തിനെ കൂടാതെ ജീവിക്കണ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്യുന്നത് കീഴ്മാട് പഞ്ചായത്ത്. ഇവര് ചൂണ്ടിനെ കംപ്ലീറ്റ് കട കൂട്ടേണ്ടി വരും. എല്ലാം കൂട്ടേ കത്തിരുത്തുള്ള നീ മുറിക്ക് കത്തിരുത്തുള്ള നീ മുറിക്ക് കത്തിരുത്തുള്ള ഒന്നിനും ഇവര് മുമ്പിലാ മരിക്കും. അല്ലെങ്കിൽ എന്റെ പുറത്തിനോട് പോകരുത്, പുറത്തിനോട് പോകരുത്. ഇവരെ പ്രശ്നം ഇവരെ പ്രശ്നം ഇവരോട് ബന്ധം ഇവരെ മാനിച്ചല്ലോ അല്ല ഇവരെ മാനിച്ചല്ലോ വണ്ടി പോകുന്നത് ഞാൻ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോ ആലുവയിൽ കീഴ്മാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സംഭവമാണ്. അവിടെ കീഴ്മാടിൽ ഉള്ള ഒരു അറവുശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്നും അവിടുത്തെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ അന്വേഷണം നടത്തിയപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ നടത്തിയ ഒരു പ്രശ്നമാണ് ഇത്. നമ്മുടെ കേരളത്തിൽ ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരുപാട് ആളുകൾ അവര് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അതാത് വിഭാഗങ്ങളിൽ സ്ഥലങ്ങളിൽ പല ലൈസൻസിനും അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ടത് ഒരു മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഇടത് സർക്കാർ ഭരണത്തിൽ കയറിയതിനു ശേഷം പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് ഒന്നുകിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനാസ്ഥ മൂലം അത് തുടങ്ങാതെയും അത് കൃത്യമായി നടക്കേണ്ട സമയത്ത് നടക്കാതെയും പോകുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ചും CITU അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവര് അതിന് പ്രവർത്തിക്കാൻ അനുമതി നൽകാതെ അതിനു മുമ്പിൽ സമരങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഈ സംഭവം പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു, അതുകൊണ്ടാണ് അത് പൂട്ടിക്കാൻ വേണ്ടി ഇവർ വന്നത് എന്ന് പറയും. എങ്കിൽ പൂട്ടിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ അയാൾക്കൊരു സാവധാനം കൊടുക്കാം, ഒരു സമയം കൊടുക്കാം. ഉടനടി പൂട്ടിക്കാതെ ഒരു ചെറിയ സ്ഥാപനം, ഒരു പെട്ടിക്കട തുടങ്ങാനാണെങ്കിൽ പോലും 10-25,000 രൂപയുടെ മുടക്കെങ്കിലും വരും. അത് ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആ പൈസ ഉണ്ടാക്കാൻ വളരെയധികം അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം ഈ സ്ഥാപനം തുടങ്ങുന്നത് ഒരു CPM-കാരനാണെങ്കിൽ, ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവന് യാതൊരു പ്രശ്നവുമില്ല. അവൻ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് ഇല്ലെങ്കിൽ പോലും അത് തുടർന്നു കൊണ്ടുപോകാൻ അവർ അനുമതി കൊടുക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ, ഇവരെ അംഗീകരിക്കുന്ന, ഇവരെ അനുസരിക്കുന്ന, ഇവരുടെ തിട്ടൂരങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന ആളുകൾക്ക് എന്തും ചെയ്യാം, എന്തും തുടങ്ങാം, ഒരു പ്രശ്നവുമില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തുടങ്ങുന്ന ഒരു സംരംഭത്തിന് എന്തെങ്കിലും ചെറിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് വേണ്ടിയിട്ട് എത്ര പുറകെ നടന്നാലും അത് കൊടുക്കത്തുമില്ല. അതാണ് ഈ ഇടത് ഭരണം വന്നതിന് ശേഷം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ പോക്രിത്തരം എന്ന് തന്നെ പറയാം. അത് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന യുവജന സംഘടന അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടൽ, അവിടുത്തെ ആഹാരത്തിന് ശുദ്ധിയില്ല എന്ന്, ആഹാരം മോശമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് നിന്നിപ്പിൽ പിണറായി വിജയന്റെ മരുമോനായിട്ടുള്ള മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി അത് വേണ്ട, അത് നിർത്തണം എന്ന് പോലീസിനെ കൊണ്ട് ഉത്തരവിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കടുത്ത പ്രതിഷേധങ്ങൾക്ക് ശേഷം, അത് കടുത്ത രീതിയിലുണ്ടായ പ്രതിഷേധങ്ങൾ കാരണം അത് വീണ്ടും തുറക്കാൻ അനുമതി നൽകേണ്ട ഒരു സാഹചര്യവും മുഹമ്മദ് റിയാസിനുണ്ടായി. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് മുഹമ്മദ് റിയാസ് അവിടെ കളിച്ചത്. അവിടെ രാഷ്ട്രീയം കളിക്കേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. എങ്കിൽ പോലും അവിടെ രാഷ്ട്രീയം കളിച്ചു. അവിടെ തങ്ങളുടെ മുഖം, തങ്ങളാണ് ഇതെല്ലാം ചെയ്തത്,
അല്ലെങ്കിൽ പിണറായി വിജയനാണ്, മുഹമ്മദ് റിയാസ് ആണ്, ഇടത് സർക്കാരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു PR വർക്ക് ആണ് അവിടെ നടന്നത്. അതേസമയം DYFI വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ യാതൊരു ശുദ്ധിയും ഇല്ലാണ്ട് പബ്ലിക്കായിട്ട് പൊതു നിരത്തിൽ അവരവിടെ തട്ടുകട നടത്തുന്നു, അവരെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ലൈസൻസിന്റെ ആവശ്യമില്ല, അവിടെ മറ്റേ യാതൊരു ലൈസൻസിന്റെ ആവശ്യവുമില്ല, ശുദ്ധിയും വേണ്ട, ഒന്നും വേണ്ട. അതിനെ തടയാൻ അവിടെ CPM-ന്റെ ആട്ടെ പോലീസ് ആവട്ടെ ആരും തന്നെ ചെല്ലത്തില്ല. അപ്പം കൃത്യമായി അവരുടെ രാഷ്ട്രീയം ഉയർത്തുന്നതിന് വേണ്ടി എന്ത് തോന്നിയവാസവും ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു. അവരുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാനും അവരെ സഹായിക്കാനാണെങ്കിലും പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ ചെല്ലാൻ ഇവർ സമ്മതിക്കത്തില്ല. എത്ര നാണംകെട്ട ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ഒരു നാടിനൊരു ദുരിതമുണ്ടായാൽ അതിലും രാഷ്ട്രീയം കാണുന്ന വർഗങ്ങൾ അവരാണ് യഥാർത്ഥ വഞ്ചകർ. ഈ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കൊക്കെ എതിരെ കൃത്യമായി നമ്മുടെ നാട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. നാട്ടുകാർ ഇതിനെയൊക്കെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കരുത്. ഇവർക്ക് മാത്രം എന്തുവാകാം. പാവപ്പെട്ടവൻ ഉള്ള കാശിനുള്ളിൽ പെറുക്കിക്കൊണ്ട് അവർ നടത്തുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ അയാൾ തുടങ്ങാൻ പോകുന്ന ഒരു സംരംഭം, അതിനെതിരെ CPM-കാരും CIT-കാരും ഒക്കെ രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു പുതിയ സംരംഭങ്ങൾ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരന്റെ ഇടപെടൽ കൊണ്ട് അതിനെ പൂട്ടിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾ നിരന്തരം വാർത്തകൾ കാണാം. ചില സംരംഭങ്ങൾ പൂട്ടിക്കാൻ CPM ഇടപെടൽ, CIT ഇടപെടൽ, അതുമൂലം ആ സംരംഭത്തിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ സംരംഭകൻ വഴിയിൽ കുത്തിയിരിക്കുന്നു, പഞ്ചായത്തിന്റെ വാതിൽകൾ കട്ടിലിട്ട് കിടക്കുന്നു, പഞ്ചായത്തിന്റെ വാതിൽക്കൽ ആത്മഹത്യാ ഭീഷണി നടത്തുന്നു. ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മൾ നിരന്തരമായിട്ടുള്ള മാധ്യമങ്ങൾ വഴിയും നമ്മുടെ പത്രങ്ങൾ വഴിയും നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് മാത്രമേ എന്തും ആകത്തുള്ളൂ, ഇവർക്ക് മാത്രമേ എന്തും ചെയ്യത്തുള്ളൂ. ഈ കൃത്യമായിട്ട് ഇവർ ഈ കാണിക്കുന്ന രാഷ്ട്രീയ PR വർക്ക്, ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ PR വർക്കിലൂടെ വന്ന ഈ സർക്കാരിനെതിരെ നമ്മൾ സംസാരിക്കണം. എന്നെയും നിങ്ങളെയും പോലുള്ള ഓരോ പൗരന്മാരാണ് ഇതിനുവേണ്ടി സംസാരിക്കേണ്ടത്. നമ്മളുടെ കൃത്യമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവണം. ഇനിയും ഒരു കിറ്റുമായി വന്ന് ഈ നാടിനെ വഞ്ചിക്കാം എന്ന ഒരു ധാരണ പിണറായി വിജയനും കൂട്ടർക്കും ഉണ്ട്. നമ്മൾ അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളത് തിരിച്ചറിയണം, നമ്മൾ അതിനെ തള്ളിപ്പറയണം. ഇത്തരം നാറിയ പരിപാടിക്കെതിരെ നമ്മൾ സംസാരിച്ചേ മതിയാവത്തുള്ളൂ, നമ്മൾ ഇടപെട്ടേ മതിയാവത്തുള്ളൂ. നമ്മളുടെ വോട്ടവകാശം കൃത്യമായി ഇതിനെതിരെ രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സംസാരിക്കണം. അല്ലാത്തവർ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നിങ്ങൾ പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പായിട്ട് CPM-നോ CIT-നോ അല്ലെങ്കിൽ ഇടത് ഭരിക്കുന്ന പഞ്ചായത്തിനോ കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യം വരുന്നു. അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരായി നിന്നാൽ നിങ്ങളുടെ സംരംഭത്തിന് വേണ്ടി സഹായങ്ങൾ ഇവർ ചെയ്തു തരും. അല്ലാത്ത പക്ഷം നിങ്ങൾ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. സാജൻ എന്ന ഒരു സംരംഭകൻ നിങ്ങൾ ആരും മറന്നിട്ടില്ല. അതുപോലെ ഒരുപാട് സാജന്മാർ ആത്മഹത്യ ചെയ്തവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളാൽ കഴിയുന്ന പോലെ എതിർക്കുക. ഈ ഒരു രീതിയെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഈ വളരെ ഏകാധിപത്യമായുള്ള ഈ രീതിയെ എതിർക്കുക. ഒന്നെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ കപട ന്യായം പറച്ചിൽ നിർത്തുക, രാഷ്ട്രീയ കളി നിർത്തുക. മാന്യമായിട്ടുള്ള രാഷ്ട്രീയത്തെ എല്ലാ ആളുകളും അംഗീകരിക്കുന്നുണ്ട്. മാന്യത ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പൊതുജനങ്ങളെ, നിങ്ങൾ ഈ കപട രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുക, ഇവർക്കെതിരെ സംസാരിക്കുക, ഇവരെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം. ഇവരുടെ ഈ നെറികെട്ട രാഷ്ട്രീയം ഇതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. ഇതുപോലുള്ള പാവങ്ങൾ ഓരോ സംരംഭം തുടങ്ങുന്നത് അവരെ ചിലപ്പോൾ ലോൺ വെച്ചിട്ടായിരിക്കാം, ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയായിരിക്കാം. ചെറിയ ചെറിയ തെറ്റുകൾ അത് ചെറിയ ഫൈൻ അടച്ചോ അല്ലെങ്കിൽ അതിനൊരു ചെറിയ സാവകാശം കൊടുത്തോ ഒക്കെ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ട് നിങ്ങൾ അതിനൊരു അവസരം നൽകാതിരിക്കുന്നതാണ്. ഇനിയും ഈ കപട ജനാധിപത്യവാദികളെ ഇവരെ നിങ്ങൾ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന് തൂത്തെറിയേണ്ട സമയമായിരിക്കുന്നു. ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. തലയുണ്ടെങ്കിലേ ഉടലുമുള്ളൂ. അതുകൊണ്ട് ഉടലും തലയും ഉണ്ടാവണമെങ്കിൽ ഇവർ ഈ ഭരണകേന്ദ്രങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. തിരിച്ചറിയുക. താങ്ക് യു.